ഉടനെ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന LDF തങ്ങളുടെ ഔദ്യോഗിക പ്രചരണ ഗാനം പുറത്തിറക്കി. ഒന്നായി തുടരാം നവകേരളത്തിലേക്ക് എന്ന ടാഗ് ലൈനോടെ പുറത്തിറക്കിയ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രമുഖ റാപ്പർ വേടനാണ്. റാപ്പ് സംഗീതമുള്ള യുവാക്കളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ LDF ഇത്തരമൊരു പരീക്ഷണം നടത്തിയിരിക്കുന്നത്. കാത്തിരുന്ന കാലമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായി കണക്കുകൂട്ടുന്ന പല പദ്ധതികളുടെ ദൃശ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും വേടൻ തന്നെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഗാനത്തിൽ ഒരു വിരൽ മഷിപ്പോരാട്ടമേ എന്ന റിപ്പീറ്റ് ലൈനാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. അറിവുള്ള കരം അധികാരപ്പേന എടുക്കട്ടെ, ആ മഷി കൊണ്ട് പുതുതലമുറ നീതി എഴുതട്ടെ തുടങ്ങിയ വരികളിലൂടെ ഭരണ തുടർച്ചയുടെ ആവശ്യകതയാണ് ഈ ഗാനം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 2021 സിത്താര കൃഷ്ണകുമാർ ആലപിച്ച അന്ത്യവിണ്ണിൽ അമ്പിളിക്കല എന്ന ഗാനമായിരുന്നു LDF അവരുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നത്. BK ഹരിനാരായണന്റെ വരികൾക്ക് സിത്താര തന്നെയായിരുന്നു അന്ന് ഈണം നൽകിയത്. കുറച്ച് ദിവസം മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള സൂപ്പർ താരം മോഹൻലാലിന്റെ അഭിമുഖം PRD പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ വേടനെ ഈ ഗാനത്തിനായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് ലഹരി കേസിലും പുലിപ്പല്ല് മാല കൈവശം വെച്ച കേസിലും വേടൻ അറസ്റ്റിലായത് വലിയ വിവാദമായിരുന്നു. നിലവിൽ ബലാത്സംഗ ആരോപണ കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്ന വേടനെ സർക്കാർ അനുകൂല വേദികളിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതിപക്ഷം നിരന്തരം വിമർശനം ഉയർത്തിയിരുന്നു. എന്നാൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച വേടന് അത് തിരുത്താനുള്ള ഒരു അവസരം നൽകണമെന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത്. പുലിപ്പല്ല് കൈവശം വച്ചിരുന്ന കേസിൽ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത സംഭവം വലിയ വിവാദമായി മാറിയിരുന്നു. പുലിപ്പല്ല് കേസിൽ വേടനെതിരായ വനം വകുപ്പിന്റെ സമീപനത്തെ തള്ളി LDF കൺവീനർ തന്നെ രംഗത്ത് വന്നിരുന്നു. വേടൻ അറസ്റ്റിലായതോടെ സർക്കാർ വേദികൾ നിഷേധിച്ചിരുന്നു. പിന്നാലെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ വേടൻ സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിൽ ഒരു സംഗീത പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ 55ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വേടനെ മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുത്തതും ഏറെ വിവാദമായിരുന്നു എന്നതല്ല, ചിലർ വിവാദമാക്കി മാറ്റിയിരുന്നു എന്നതാണ് ശരി. എന്നാൽ സംസ്ഥാന പുരസ്കാരം നേടിയ റാപ്പർ വേടനെ പുകഴ്ത്തി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അന്നും രംഗത്ത് വന്നിരുന്നു. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരമാണ് വേടന് ലഭിച്ചത്. അവാർഡിന് അർഹമായ വേടന്റെ വരികളിൽ കവിതയുണ്ടെന്ന് കൈതപ്രം അന്ന് പറഞ്ഞിരുന്നു. വേടൻ സാംസ്കാരിക നായകനാണോ അതോ ജയിലിൽ കിടന്ന ആളാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അതിനെ ചുമതലപ്പെട്ടവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ജയിലിൽ കിടന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രയാസമോ തടസ്സമോ ഇല്ലാത്ത ഈ നാട്ടിലാണ് വേടന് പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതെന്ന കാര്യം വളരെ കൗതുകകരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വേടന്റെ കാര്യത്തിൽ അയാൾ എന്തെഴുതി എന്നാണ് താൻ അന്വേഷിക്കുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, നിറങ്ങൾ മായില്ല കട്ടായം എന്ന് എഴുതിയതിലൂടെ അവാർഡ് ലഭിച്ചതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവാർഡ് കമ്മിറ്റിക്കാർ പ്രസ്താവനകളിൽ കക്ഷി രാഷ്ട്രീയം കടത്തുന്നത് വിവാദം വരുത്തുമെന്നും കൈതപ്രം അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ LDF വേടനെ കൊണ്ട് പാട്ട് ചെയ്യിക്കുമ്പോൾ കുരുപൊട്ടുന്നത് സംഘികൾക്കും കോൺഗ്രസിനും തന്നെയാണ്. വേടൻ പാട്ട് പാടുന്നത് കൊണ്ട് ഗുണമുണ്ടാകും എന്ന് കരുതി തന്നെയാണ് ആ പാട്ട് വേടനെ കൊണ്ട് പാടിച്ചിരിക്കുന്നത്. ആ പ്രചാരണ ഗാനം ഹിറ്റ് ആയേക്കുമെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് എതിർ പാർട്ടികൾ വേടനെ തെറി വിളിക്കുന്നതും എതിർക്കുന്നതും. എന്തായാലും വേടൻ അത് പാടിയത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ തന്നെ അത് അവർ തന്നെ സഹിച്ചോളും.